ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ വ്ളോഗല്ല കേട്ടോ, ഏട്ടൻ്റെ അബുദാബിയിലൊരു ദിവസമാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ മോർണിംഗ് റൂട്ടീനും പിന്നെ കുറച്ച് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രാഹുലിനായിട്ട് കണ്ടുമുട്ടുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അവരിപ്പോൾ കണ്ടിട്ട് കുറച്ചായി. അപ്പോൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഏട്ടൻ രാഹുലും ഏട്ടനും കൂടിയിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചില വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ റൂമിലെ അവസ്ഥ. എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം 3:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് അമ്മു ഇവിടുത്തെ ഒരു അബുദാബിയിലൊരു ദിവസം വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ആ ദിവസം. ഇതാണ് നമ്മളൊരു ദിവസം അങ്ങനെ സ്റ്റാർട്ടായി. നാട്ടിൽ നല്ല മഴയാണെങ്കിൽ ഇവിടെ നല്ല ചൂടാണ്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ല മറ്റേ ഇരുട്ടായിട്ട് കണ്ടത്, അത് റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ്. എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാനൊരു കള്ളനെ പോലെ പമ്മിയിട്ട് ആരെയും ഉണർത്താതെ വളരെ റിസ്ക് എടുത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാവരും നല്ല ഉറക്ക സമയമല്ലേ, ഈ 3:30-4 മണി എന്ന് പറയുന്നത് നല്ല ഉറക്കണ സമയമല്ലേ. അപ്പം എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാനൊരു കള്ളനെ പോലെ പമ്മി നിന്ന് ഡ്രസ്സൊക്കെ മാറി ഇതാ പുറത്തേക്ക് ഇറങ്ങി ഡ്യൂട്ടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ 3:30 നീറ്റതിന് ശേഷം നീക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. നീറ്റ് കഴിഞ്ഞ് അതൊക്കെ പുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രകൃതിക്ക് പ്രത്യേക സൗരഭ്യമാണ് സത്യം പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ. ഇപ്പം ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ ഡാർക്കായിട്ട് കാണുന്നത് റൂമിൻ്റെ അകമാണ്. അങ്ങനെ അത് ഓഫീസിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ കാണുന്നതാണ് ഓഫീസിൻ്റെ ഗേറ്റ്. അങ്ങനെ ഓഫീസിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗേറ്റ് കടന്നതിന് ശേഷം പഞ്ച് ചെയ്ത് അത് കഴിഞ്ഞാൽ നമ്മളെ ഒരു ദിവസം ഔദ്യോഗികപരമായ ഒരു ദിവസം ആരംഭിക്കുകയാണ്. അങ്ങനെ ഞാനത് ഉള്ളിലോട്ട് കടന്നു. ഇനി അടുത്ത പരിപാടി പഞ്ചിങ് ആണ്. പഞ്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് ജോലിപരമായിട്ടുള്ള. അങ്ങനെ ഞാൻ എൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണ്. ജോലിക്ക് വേണ്ടിയിട്ട് കടക്കാൻ പോവുകയാണ്. എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ട് സൈഡാണ്. എൻ്റെ സെക്ഷനിലോട്ട് ഞാൻ കടക്കാൻ പോവുകയാണ്. രാഹുലിനെ കണ്ടുമുട്ടി കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ ദുനിയാവിലാണുള്ളത്. ഒരു ചെറിയ പാർട്ടിയുടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൽ വന്നാണ് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് മേലെ വെയിറ്റിങ്ങിലാണ്. ഇവരാരും എത്തിയിട്ടില്ല. കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടി. അപ്പം നമ്മുടെ ഗ്രാൻഡ്മാ ഗുരുവായൂരിൻ്റെ നമ്മുടെ അബുദാബിയിലെ യൂണിറ്റ് സമ്മേളനമാണ് കേട്ടോ. അത് നമ്മുടെ മുസഫ ദുനിയാവിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.